പാഠം 755. വേലിയിലിരുന്ന പാമ്പ്. മോഹനകൃഷ്ണ, പത്രത്തിൽ എന്തൊക്കെയുണ്ട് വാർത്ത? അങ്ങനെ വിശേഷമൊന്നുമില്ല. ഞാൻ രാവിലെ ഇംഗ്ലീഷ് പത്രം വായിച്ചെങ്കിൽ ശീലമായി പോയി. മലയാള പത്രം കാണുമ്പോഴേ എന്തോ ഒരിത്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് ഇംഗ്ലീഷ് പത്രം കൂടി ഇടാൻ പറയാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഈ മലയാള പത്രം വായിച്ചിട്ട് വലിയ വാർത്ത വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. രാവിലെ ഒരു ചായ കുടിക്കാത്തോണ്ട് എന്തോ ഒരു അസ്വസ്ഥത. രാവിലെ ചായ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു, ഞാൻ വിളിക്കാം. ഏയ്, വേണ്ട വേണ്ട, എനിക്കുള്ള ചായ സരോജിനി എടുത്തോണ്ട് വരും. അതാ ശീലം. നീ പത്രം വായിക്കേ. സത്യഭാമ ഇത്ര പെട്ടെന്ന് അടുക്കള ജോലിയൊക്കെ തുടങ്ങിയോ? അത് കൊള്ളാലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നേ നിങ്ങളല്ല. എന്ത് പറഞ്ഞാലും എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് മോനേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. അടി കൊള്ളാത്തതിന്റെ അസുഖം അല്ലാതാ. എന്ത് ചെയ്യും? നീ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു ചായ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല സരോജിനി. ചായ എന്നല്ല, നാവി വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാക്കാനും നിനക്കറിയില്ല. പിന്നെ കഴിഞ്ഞ 10-30 കൊല്ലം ഞാൻ ഉണ്ടാക്കുന്നത് 3 നേരം വെട്ടി വിഴുങ്ങിയല്ലേ നിങ്ങൾ ഇത്രയായത്. ഓ, ഇപ്പൊ അതിനെ കുറ്റം പറഞ്ഞോണല്ലോ നിങ്ങൾക്ക്. സത്യം പറയാൻ നാണിക്കുന്ന എന്തിനാ? നിനക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല അറിയില്ല അറിയില്ല. ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞു ഇത് തന്നെ പറയുമല്ലോ. ഇനി നിങ്ങൾക്ക് ഞാൻ യാതൊരു വസ്തു ഉണ്ടാക്കി തരില്ല. വിശക്കുമ്പോഴേ ചത്തുപോയ നിങ്ങളുടെ അമ്മയെ വിളിച്ച് ഉണ്ടാക്കി തരാൻ പറഞ്ഞാ മതി. അമ്മയ്ക്ക് പറയുന്നു, ഇനി നിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന്? നമസ്കാരം സാറേ. അമ്മാവനും അമ്മായും വന്നിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഇവിടെ ഇല്ലേ കക്ഷികള്? ഇവിടെ ഉണ്ട്. പക്ഷേ സംഗതി ഞാൻ വിചാരിച്ച പോലെ അല്ല ഉത്തമ. അമ്മാവനും അമ്മായും തമ്മിൽ എപ്പോഴും വഴക്ക. പരസ്പരം കണ്ടാൽ ആ നിമിഷം വഴക്ക. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പൊ സാറിനെ വക്കീലിനെ പോലെ തന്നെ, ഞങ്ങളെ പോലെ അല്ല. ഇവർ വഴക്കൂടി കഴിഞ്ഞാൽ കയ്യങ്ങളിലേ തീരൂ. ഡൽഹിയിൽ വെച്ച് അമ്മാവന്റെ തലക്കടിച്ച് പൊട്ടിച്ച് അമ്മ പറയുന്നത്. അയ്യോ, കെട്ടിയോന്റെ തലയടിച്ച് പൊട്ടിക്ക്. സാറിന്റെ അമ്മായി ആള് കൊള്ളാമല്ലോ. മോനേട്ടാ തുടങ്ങിയിട്ടുണ്ട്, അടുത്ത വഴക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഞാനുണ്ടാക്കിയ ചായയുടെ പേരിലാണ് ഇപ്പോഴത്തെ വഴക്ക്. അല്ല, വീട്ടിലിരുന്ന ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീട്ടിലിരിക്കാതെ ഓടി രക്ഷപ്പെട്ടു. ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക, ജോലി ചെയ്യാൻ നോക്ക്. ഇപ്പൊ തന്നെ മണി 10:45. അയ്യോ, എന്ത്? അമ്മാവനും അമ്മാവിക്ക് സുഖം തന്നെയല്ലേ? പിന്നെ പരമസുഖം. അവരുടെ ജീവിതമല്ലേ സുഖം. അമ്മേ, അയ്യോ. ഹലോ, വില്ലേജ് ഓഫീസ് അല്ലേ? അതെ. മോഹനകൃഷ്ണൻ ഉണ്ടോ അവിടെ? ആരാണ്? ഞാൻ അവന്റെ അമ്മായിയാ.
ശശിപാലൻ ചേട്ടാ, ബോഡി സാറിന്റെ അമ്മായിയാ. സാറിനോടൊന്ന് ഫോൺ എടുക്കാൻ പറയൂ. ഹലോ, ഇപ്പൊ കൊടുക്കാവേ. കൊടുക്കണ്ട. ശശിപാലൻ ചേട്ടാ, വേണ്ടാന്ന്. അവൻ സുഖമായി അവിടെ എത്തിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഓഹോ, എത്തി. അവന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തലയിലൊരു കെട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാ അങ്ങനെ ഇരിക്കും. അവന്റെ അമ്മാവന് ഞാനൊന്ന് കൊടുത്തതാ. അവനെ അമ്മാവനെ രക്ഷിക്കാൻ നോക്കി അടി അവനിട്ട് കിട്ടി. ഈശ്വര. അതെന്നേ, പണ്ടേ അവന് ഈ അസുഖമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വരും. അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇരിക്കും. 4-5 സ്റ്റിച്ച് ഉണ്ടെന്നാ ഭാവം പറഞ്ഞത്. അവനോട് സൂക്ഷിക്കാൻ പറ. പറയാം. ആ, നിന്റെ പേരെന്താ? സ്വയംപ്രഭ. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. കാലമല്ലാത്ത കാലമാ മോളെ. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ നോക്കുന്നതാ നിനക്ക് നല്ലത്. മനസ്സിലായോ നിനക്ക്?